സൈനിക തലപ്പത്ത് 6 കമാൻഡർമാരെ നിയമിച്ച് മുസ്തഫ ഖമനൈ IRGC കമാൻഡർ ഇൻ ചീഫായ അഹമ്മദ് വഖീദിയെയും മുസ്തഫ ഇസാദിയെ ഡെപ്യൂട്ടി കമാൻഡർ ഇൻ ചീഫായും നിയോഗിച്ചു. അലി അബ്ദുള്ളാഹി ആയിരിക്കും ഇറാൻ സൈനിക മേധാവി. US ഇറാൻ സമാധാന ധാരണാ നീക്കങ്ങളിൽ പ്രധാനമായ 14 പരിപാടികൾ അംഗീകരിക്കില്ലെന്ന് ഇസ്രായേൽ അറിയിച്ചിരുന്നു. മാത്രമല്ല, ഇറാനെതിരെ സൈനിക നടപടികൾ ഉണ്ടാകുമെന്ന സൂചനയും ഇസ്രായേൽ നൽകുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് സൈനിക തലത്തിൽ വൻ അഴിച്ചുപണി മുജ്തബ ഖമനൈ ഉന്നത സൈനിക തലങ്ങളിൽ നടത്തിയത്. IRGC കമാൻഡർ ഇൻ ചീഫായി അഹമ്മദ് വഖീദിയെയും മുസ്തഫ ഇസാദിയെ ഡെപ്യൂട്ടി കമാൻഡർ ഇൻ ചീഫായും നിയോഗിച്ചു. അലി അബ്ദുള്ളാഹി ആയിരിക്കും ഇറാൻ സൈനിക മേധാവി. കയുമാർ ഹൈദരിയെ ഉപമേധാവിയായും നിയമിച്ചു. ഹൊസൈൻ തൈബിനെ ബാസിറ്റ് അർദ്ധ സൈനിക വിഭാഗത്തിന്റെ മേധാവിയായി നിയോഗിച്ചിട്ടുണ്ട്. IRGC നാവിക വിഭാഗം മേധാവിയായി അലി അസ്മിയെയും നിയമിച്ചു. ഇറാനിലെ സർക്കാർ പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്താത്തതിൽ മികച്ച പങ്കുവഹിച്ച അർദ്ധസൈനിക വിഭാഗമാണ് ബാസിറ്റ്. മുജ്തബ ഖമനൈ അത്യാസന്ന നിലയിൽ എന്ന വാർത്തകൾ പ്രചരിക്കുന്നതിനിടെയാണ് പുതിയ നിയമനമെന്നതും ശ്രദ്ധേയമാണ്. ശക്തമായ US ആക്രമണത്തിനിടെ കമാൻഡർമാരുടെ പദവികൾ പുതിയ നിയമനങ്ങളോടെ പൂർത്തിയായി. ന്യൂസ് ഡെസ്ക് ജനം.